മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോ മാസ്റ്റർ എഡ്ജാണ് വണ്ടി. അത് ഓയിൽ തീർന്ന വണ്ടി ഓടി പിസ്റ്റൺ പിടിച്ചിട്ട് നമ്മൾ ആ കംപ്ലയിൻറ്റ് പറഞ്ഞ് വന്നതാണ്. എഞ്ചിൻ സൗണ്ടിലൊക്കെ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമ്മൾ എഞ്ചിൻ്റെ ഭാഗം അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ സിലിണ്ടർ പിസ്റ്റൺ നല്ല രീതിയിൽ ഡാമേജ് ആയിരുന്നു. പിസ്റ്റൺ സിലിണ്ടറിനകത്ത് ശരിക്കും ഉരുകി പിടിച്ചൊരവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സിലിണ്ടർ കിറ്റ് മാറണം. കാരണം വെച്ചാൽ സിലിണ്ടറിനകത്തും നോക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ കറക്റ്റ് അടിഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം ആ പിസ്റ്റൺ പിടിച്ചാണ്. അതിൻ്റെ പാട് നല്ല രീതിയിലുണ്ട്. അപ്പോൾ ശരിക്കും സിലിണ്ടർ കിറ്റപ്പാടി മാറ്റാം. ഈ സിലിണ്ടർ പിസ്റ്റൺ കൂടി സെറ്റായിട്ട് മാറ്റാം. പിന്നെ അതേപോലെ തന്നെ ഈ വാൽവിൻ്റെ ഗൈഡും ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. വാൽവും അത്യാവശ്യം ഈ ഗൈഡൊക്കെ അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് വാൽവ് മാറ്റിയിട്ട് ആ ഗൈഡ് ചേഞ്ച് ചെയ്ത് വാൽവ് സീറ്റ് ചെയ്തിടുക. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ആയിക്കോളും. പിന്നെ നമുക്ക് ഹെഡിൻ്റെ ക്യാം ഷാഫ്റ്റ് റോക്ക് റാമൊക്കെ ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. സാധാരണ ഇങ്ങനെ ഓയിൽ ലെവൽ കുറഞ്ഞു കൂടുമ്പോൾ ക്യാം ഷാഫ്റ്റിൻ്റെ ബെയറിങ്ങൊക്കെ കംപ്ലയിൻറ്റ് വരവ് സാധാരണയാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഈ വണ്ടിക്ക് വന്നിട്ടില്ല, പ്രശ്നമില്ല. പിന്നെ ഈ ടെൻഷണർ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. ടെൻഷണറിൻ്റെ ഒരു ചിലമ്പൽ സൗണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയായിട്ടാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വന്നേക്കണം കേട്ടോ. പിന്നെ ആ കൂട്ടത്തിൽ നമ്മളിപ്പോൾ എഞ്ചിൻ ഹെഡ് അഴിച്ച് ചെയ്യണ കൂട്ടത്തിൽ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ മാറ്റാറായിട്ടുണ്ട്. എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പൊടി വന്ന് ബ്ലോക്ക് ആയേക്കാണ്. അത് മാറ്റി പുതിയതിടണം. പിന്നെ കൂട്ടത്തിൽ അതിൻ്റെ പ്ലഗ് മാറ്റും. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം ഫുള്ളായിട്ട് അഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ക്ലച്ച് ഗ്രീസിങ് അടക്കം ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ അതിൻ്റെ കേബിളുകൾ, ബ്രേക്കിൻ്റെ കേബിൾ, അങ്ങനെ 1-2 കേബിളുകളും ഡാമേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഇപ്പോൾ നമുക്ക് ഇത്രയും ചെയ്ത് വരുമ്പോൾ സിലിണ്ടർ കിറ്റ് മാറ്റി വാൽവ് കാര്യങ്ങൾ സീറ്റ് ചെയ്ത് എയർ ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്ത് ക്യാം ചെയിൻ്റെ ടെൻഷനറൊക്കെ ചേഞ്ച് ചെയ്ത് വരുമ്പോൾ ഏകദേശം അത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അതേപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് ഓയിൽ ഇപ്പോൾ നിലവിലുണ്ട്. പക്ഷേ ആ ഓയിൽ നല്ല ഓയിലാണ്. മാറ്റിയിട്ട് എന്തോരം ആയിട്ടുണ്ട്. അതിൻ്റെ ഒരു നോക്കുമ്പോൾ കളറിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ കാര്യമായിട്ട് ഓടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇത്രയും വർക്ക് ചെയ്തിട്ട് അതിനകത്തേക്ക് പുതിയ ഓയിൽ ഫില്ല് ചെയ്യണതായിരിക്കും ബെറ്റർ. കാരണം ബാക്കിയതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടൊക്കെ കയറ്റാം. അപ്പോൾ പുതിയ ഓയിൽ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. അപ്പോൾ അതൊന്ന് വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ മേടിച്ച് ചോദിച്ചിട്ട് എന്തോ ഓടിയുണ്ട് നമുക്ക് കൃത്യമായിട്ട് ഒരു ഐഡിയ ഇല്ലല്ലോ. ഓയിലിൻ്റെ കളർ നോക്കുമ്പോൾ കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇത് പറഞ്ഞതിൻ്റെ കേസ് കേട്ടോ. അപ്പോൾ അതെന്തെങ്കിലും നോക്കിയിട്ടൊന്ന് പറയാം. അപ്പോൾ ഞാനൊരു എസ്റ്റിമേറ്റ് ഇടാം. എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ ഇത്രയും വർക്കിൻ്റെ കേട്ടോ. ബാക്കിയത്തെ നമുക്ക് അതിൻ്റെ കേബിള് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ആ വർക്കിന് കയറുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കേബിള് കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് കയറ്റാം. അപ്പോൾ അതിന് എത്ര വരും എന്നുള്ളത് അഡീഷണൽ ഒരു എസ്റ്റിമേറ്റ് നമുക്ക് പറയാം. ഇപ്പോൾ എഞ്ചിൻ വർക്കുമായി ബന്ധപ്പെട്ട ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എത്ര വരും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് റിപ്ലൈ കിട്ടിയാലാണ് നമുക്ക് അതനുസരിച്ചിട്ട് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും.